St. Jose Central School is more than a school. It's a place where ambitions get roots, ideas get wings. Together, we start the journey to success. St. Jose Central School. ബഹുമാനിക്കപ്പെട്ട മദ്രസകളും പള്ളികളും നമ്മൾ ബഹുമാനം കൊടുത്താൽ മാത്രമേ നന്മകൾ ഉണ്ടാകുള്ളൂ എന്ന സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ബഹുമാനിക്കപ്പെട്ട സാധനങ്ങളോട് എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട്. പള്ളിയോട് ബഹുമാനമാണ്, മദ്രസകളോട് ബഹുമാനമാണ്, മഹാന്മാരിരുന്ന സ്ഥലങ്ങളോട് ബഹുമാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞു, സ്വല്ലി ഔല റകഅത്തൈനി, ഇവിടുന്ന് 2 റകഅത്ത് കേൾക്കുന്നത്. അപ്പോൾ ഇനി ചോദിക്കണേ റസൂൽ ജിബ്രീൽ മറുപടി പറഞ്ഞു, ആദാ ബൈത്തുൽ ഹംദി, ബൈത്തുൽ ഹംദ് പറഞ്ഞ സ്ഥലം ഈ ഉദിത ഈസ, അവിടെയാണ് ഈസനെ പ്രസവിക്കപ്പെട്ടത്. ആ സ്ഥലത്തിനൊരു പ്രത്യേകത, ഈസനെ പ്രസവിക്കപ്പെട്ടു നമുക്ക് ആ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ടായി. അപ്പോൾ ഈസനെ പ്രസവിക്കപ്പെട്ട സ്ഥലമായതുകൊണ്ട് മൂസിന പർവ്വതത്തിന്റെ തായ്വര ഒരു പ്രത്യേകത ഇല്ലാത്ത സ്ഥലത്തിന്റെ ഒന്നും ചെയ്ത് സാധാരണ മലന്റെ തായ്വരുണ്ട്. മുസ്ലിംകൾക്ക് രൂപം കൊടുക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത സ്ഥലമായതുകൊണ്ട് അള്ളാഹു ആ സ്ഥലത്തിനെ പറ്റി വിശേഷിപ്പിച്ചിരുന്ന യാ മുസാ ഫഖ്ലൈന അലൈക നീ ചെരുപ്പൂരിക്ക ഹുസൈൻ ഇന്നക ബിൽ വാദിൽ മുഖദ്ദസിൽ ഖുവാ, ഈ ഖുവാ എന്ന് പറയുന്ന വിശുദ്ധമായ തായ്വരയിലാണുള്ളത്. അപ്പോൾ ഓരോ സ്ഥലത്തിനും ആ സ്ഥലവുമായി ദിവസങ്ങളും അങ്ങനെ മേവാലി ദിവസം എനിക്ക് പ്രത്യേകത എന്താണെന്ന കാരണം സൂറ പ്രത്യേകമായ നിൽക്കുന്ന ഒരു ബഹിരാകാശ സഞ്ചാര സൂറ നടത്തി മക്കത്ത് മദീനത്തേക്ക് വൈദ്യുതി മക്കത്തിലേക്ക് നിമിഷങ്ങൾ കൊണ്ട് ഇന്നത്തെ പോലുള്ള അതിൻ്റെ പുതിയ ശാസ്ത്ര സംവിധാനത്തിലുള്ള വാഹനങ്ങളോ മറ്റൊന്നും ചെയ്യായിരുന്നു. എങ്ങനെ സൂറ പോയി? അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഈമാനെ വികസിപ്പിച്ചെടുത്താൽ എവർക്കും ബഹിരാകാശ സഞ്ചാരം ഏത് സഞ്ചാരം നടത്താം, നിമിഷങ്ങളെ കൊണ്ട് എത്തേണ്ട സ്ഥലത്തേക്ക് എത്താൻ കഴിയും. അപ്പം അതിനാണ് ഈമാനെ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഈമാനെ വികസിപ്പിച്ചെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് പള്ളി എന്നുള്ളത്. അതുകൊണ്ട് പള്ളിൻ്റെ ആദരവുകൾ ബഹുമാനങ്ങളൊക്കെ പൂർണ്ണമായി കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് പള്ളിയോട് എൻ്റെ ബഹുമാനത്തിനോടും ആദരവിനോടും എതിരാകുന്ന എന്തെങ്കിലും നിൽക്കുന്ന പ്രവർത്തനങ്ങൾ അത് ആരിൽ നിന്നും ഉണ്ടാകരുത്. ഭക്തിയെ വികസിപ്പിച്ചെടുക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് പള്ളികൾ എന്ന് അദ്ദേഹം പറഞ്ഞു. ചെറുതുരുത്തി പുതുശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദഫ്മുട്ടിന്റെ ഈണത്തിലുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് തങ്ങളെ പള്ളി ഭാരവാഹികളും വിദ്യാർത്ഥികളും പള്ളിയിലേക്ക് ആനയിച്ചുകൊണ്ടുവന്നത്. തുടർന്ന് പള്ളി തുറന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. കൈയെടുത്തോ തുടർന്ന് ഉച്ചയ്ക്ക് നടന്ന ലോഹർ നമസ്കാരത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. തുടർന്ന് കൂട്ടപ്രാർത്ഥനയും നടത്തി. أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمدا رسول الله
മഹൽ പ്രസിഡന്റ് PM സിദ്ദിഖ് ഹാജി അധ്യക്ഷത വഹിച്ചു. പള്ളി കയറ്റാൻ മുൻകൈയെടുത്ത നസീർ ഖാൻ ചെറുതുരുത്തി, സ്വാഗത സംഘം ചെയർമാൻ KA മുഹയുദ്ദീൻ എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. പാണക്കാട് സയ്യദ് ഹാർഷി അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആറ്റൂർ അർഫ സ്കൂൾ ജനറൽ സെക്രട്ടറി KS ഹംസ, ബഷീർ ഫൈസി ദേശമംഗലം, MP കുഞ്ഞിക്കോയ തങ്ങൾ, ഷാഹിദ് കോയ തങ്ങൾ, PY ഇബ്രാഹിം അൻവരി പഴയന്നൂർ, ബാദുഷ അൻവരി, PA അബ്ദുൽ കരീം, മഹൽ ട്രഷറർ PU അബ്ദുൽ കരീം, നിർമ്മാണ കമ്മിറ്റി കൺവീനർ AA അബ്ദുൽ ഷഹീം, മഹൽ ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ബദരി പുലാമന്തോൾ, PA ബഷീർ മുസ്ലിയാർ തലശ്ശേരി, PKM മാലിക് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം വർക്കിംഗ് കൺവീനർ AA ഷഹീം നന്ദിയും പറഞ്ഞു. സാധ്യമാകണം, അതിനുവേണ്ടിയാണ് ഇതിനുവേണ്ടി നമ്മുടെ മഹത്തുക്കൾ വളരെ മനോഹരമായ ഒരു പള്ളി നമുക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി, അവസാന കാലമാകുമ്പോഴേക്കും മസാജിദു ആമിറ വയ ഖറാബും അനിൽ ഹുദ, വലിയ അമ്പരച്ചുണ്ടുകളായ മിനാരങ്ങളുള്ള മസ്ജിദുകൾ കൊണ്ടാകും. വയ്യ ഖറാബും അനിൽ ഹുദ, അവിടെ സന്മാർഗത്തൊട്ട് ശൂന്യമായിരിക്കും എന്നുള്ളത്. വലിയ വലിയ പള്ളികളായിരിക്കും. അവിടെ സന്മാർഗം നടത്തുവാനുള്ള, പരിശുദ്ധമായി നമസ്കരിക്കുവാനുള്ള, ദിക്ർ ചൊല്ലുവാനുള്ള, ഖുർആൻ ഓതാനുള്ള ആളുകളില്ലാത്തൊരവസ്ഥ അവിടെ വരുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരമൊരു പള്ളിയാക്കി നമ്മൾ പള്ളി മാറ്റാൻ പാടില്ല. ഇവിടെ എപ്പോഴും നമസ്കാരങ്ങളെ കൊണ്ടും ആത്മീയമായ കാര്യങ്ങളെ കൊണ്ടും ഇതിൻ്റെ വിശുദ്ധി കാത്ത് സംരക്ഷിക്കാൻ നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ്. അതാണ് ബഹുമാനപ്പെട്ട നേരത്തെ ചെയ്തതിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈമാൻ നമ്മൾ നഷ്ടപ്പെടുത്താതെ, ഈമാൻ വർദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ട് നമ്മളെ പള്ളികളെ ധന്യമാക്കണം എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് CCV.